പ്പെട്ടവരെ, മോശ കരങ്ങൾ ഉയർത്തിയപ്പം താഴെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽക്കാർക്ക് ശക്തി കൂടുതലും അവർ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് വിജയമായി മാറി. സ്വന്തം കഴിവിലും ബുദ്ധിയിലും ശക്തിയിലും ആരോഗ്യത്തിലും മാത്രമല്ല വിജയമുള്ളത്, അതിൻ്റെ കൂടെ പ്രാർത്ഥന കൂടി വരുമ്പോഴാണ് അതിലൊരു അനുഗ്രഹമായി വരുന്നത്. ഒരു രാജ്യമെടുത്ത തീരുമാനമാണിത്. 3 പേരുടെ പ്രാർത്ഥന അതൊരു രാജ്യത്തിന് ഗുണമായി മാറി. ഒരു രാജ്യത്തിന് പോലും എന്തു വേണം? പ്രതിസന്ധിയുടെ സമയത്ത് വിജയം ഉണ്ടാകാൻ 3 പേരുടെ പ്രാർത്ഥന വേണമായിരുന്നു. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി മാറണമോ, നിങ്ങളുടെ മക്കൾ വിജയിച്ചു വരണമോ, നിങ്ങളുടെ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ പ്രാർത്ഥന അവർക്കാവശ്യമാണ്. ചിലർ ചിന്തിക്കും, എനിക്ക് പണം മതി, വീട് മതി, സൗന്ദര്യം മതി. പക്ഷേ എന്നിട്ട് ജീവിതത്തിൽ പലപ്പോഴും പല സ്ഥലത്തും കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയില്ലേ? പരാജയപ്പെട്ടു പോയില്ലേ? എപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ കടാക്ഷം വേണം, കരമുയർത്തി പ്രാർത്ഥന വേണം. ഇത് ബൈബിൾ എഴുതിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം മനുഷ്യരല്ലേ, 2 കൈ മോശയുടെ തളർന്ന് പൊട്ടിപ്പോകുന്ന പോലായി. നമ്മൾ പറയില്ലേ, കൈ കഴച്ച് പൊട്ടിപ്പോകുന്ന പോലായി എന്ന്. ഭയങ്കര വേദനയായി. അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്നവർ ഈ പ്രാർത്ഥനയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാ. നമ്മുടെ കൂടെ നിൽക്കുന്നവരും ആ ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്കിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കൂടെ നിൽക്കുന്നവരെല്ലാത്തിനും കുറ്റവും കുറവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. ഒരു ടീമായിട്ട് നിൽക്കുമ്പോൾ ആ ടീമിനെ സമ്മതിക്കണം. മോശയുടെ കൂടെ ഉണ്ടായിരുന്ന അഹ്റോനും ഹൂറും നല്ലൊരു ടീമാണ്. മോശ പറഞ്ഞ്, എൻ്റെ കൈ എനിക്ക് വയ്യാണ്ടാ, എനിക്ക് പറ്റൂല. അപ്പോൾ അഹ്റോനും ഹൂറും എന്തു ചെയ്തെന്നറിയാമോ? ഒരു കല്ല് ഉരുട്ടിക്കൊണ്ട് വന്ന് അടുത്ത് കൊണ്ടുപോയി വച്ചിട്ട് അവരതിന്മേൽ നിന്ന് മോശയുടെ കരങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിപ്പിടിച്ചു. നമ്മളാണെങ്കിൽ പറയില്ലേ, നിങ്ങൾ വലിയ പ്രാർത്ഥനക്കാരായിട്ട് നിങ്ങൾ കുഴഞ്ഞിരിക്കുകയാണ്, പിന്നെയാണ് ഞങ്ങളുടെ കാര്യം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവനും ചിലപ്പോൾ ഡൗൺ ആകും. പ്രാർത്ഥിക്കുന്ന ആളും ചിലപ്പോൾ കുഴഞ്ഞു പോവും. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ, അല്ലേലും നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയൊക്കെ തന്നെയാണ്, നിങ്ങൾ തന്നെ ഇപ്പോൾ തളർന്നിരിക്കുക എന്നല്ല പറഞ്ഞത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തു. പ്രാർത്ഥന മാത്രമല്ല ഇവിടെ നടന്നത്, ഒരു മനസ്സോടെ നിൽക്കുന്ന 3 പേരെ കണ്ടോ? കുറ്റവും പറഞ്ഞ് ഇത് പ്രാർത്ഥിച്ച് തീർന്നില്ലേ, കൊതി തീർന്നില്ലേ, ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും കണ്ടോ? പ്രാർത്ഥനയ്ക്കൊരു അല്പക്ഷീണം വന്നപ്പം 2 പേരും സപ്പോർട്ട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരിഷ്ടം പോലെ എല്ലാ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ഇന്ന് കുറവാണ്. പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മളെ ദൈവം വിളിച്ചത്, പരസ്പരം കൂടെ നിൽക്കുന്നവരെ എൻകറേജ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതൊരു വലിയ പുണ്യമാണ്, സുവിശേഷ വേലയത്. നമ്മൾ പലരും നമ്മുടെ കൂടെയുള്ളവരെ വാക്കുകൊണ്ടൊക്കെ തളർത്തിയിട്ടേ ഉള്ളൂ. ഒരു നല്ലത് പറയുമോ? നമ്മളൊരു നല്ലത് പറയാൻ മടിയാ, എന്തോ വിഷമമാണ്. നല്ലത് പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു പോകുമോ നമുക്കൊരു പേടിയാണ്. മോശയുടെ കൂടെ നിന്ന 2 പേര് നല്ല ശുശ്രൂഷകരായിരുന്നു. നല്ല ഒരു അനുഗ്രഹമുള്ള 2 പേരെയും കൊണ്ടാണ് പോയത്. ആ 3 പേരുടെ ഒരു മനസ്സോടെയുള്ളൊരു പ്രാർത്ഥന കണ്ടോ? എൻ്റെ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, അവർ 3 പേരും പ്രാർത്ഥിക്കുന്നത് ദൈവം കണ്ടു. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ടായത്. പ്രാർത്ഥിക്കുന്ന ഈ 3 പേരെ യുദ്ധസ്ഥലത്തിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. അപ്പുറത്തിരുന്നല്ല പ്രാർത്ഥിച്ചത്, ഒരു മലയുടെ മുകളിൽ കയറി നിന്നിട്ടാ. ആരും അറിഞ്ഞിട്ടില്ല അവരിനി പ്രാർത്ഥനയിൽ ഉഴപ്പുവാണോ അതോ അവിടെ കിടന്ന് ഉറങ്ങുവാണോ. യുദ്ധം പേടിച്ച് പോയവരാ, വല്ലോ മാളത്തിൽ കയറിയോ മരത്തിലോ കയറി ഇരിക്കുമായിരിക്കുമെന്ന് ചിലപ്പോൾ താഴെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവും. അവർ മലമുകളിൽ പ്രാർത്ഥിച്ചത് ദൈവം കണ്ടു. നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടില്ല, അപ്പുറത്തെ മുറിയിലുള്ളവർ കണ്ടിട്ടില്ല, മക്കൾ കണ്ടിട്ടില്ല, ജീവിത പങ്കാളി പോലും ശ്രദ്ധിച്ചിട്ടില്ല. അടച്ചിട്ട മുറിയിൽ അകത്ത് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ദൈവം നിൻ്റെ പ്രാർത്ഥന കാണുന്നു. ദൈവം നിൻ്റെ പ്രാർത്ഥന കണ്ട് ദൈവം മൗനമായിരിക്കില്ല. ദൈവം അതെല്ലാം കേട്ടിട്ട് എത്ര പ്രാർത്ഥിക്കും നോക്കട്ടെ, എത്ര അളവ് അങ്ങനെയല്ല. ദൈവം മനുഷ്യരെ പോലെ നോക്കിയിരിക്കുന്നവനല്ല. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനും ദൈവത്തിൻ്റെ കരം ചലിപ്പിക്കുന്നവനുമാണ്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെ ചലിക്കും. മോശയും അഹ്റോനും എന്തു ചെയ്തു എന്ന് ഞാൻ വായിക്കാം. കരങ്ങൾ താഴ്ത്തിയപ്പോൾ
അമലേക്യർക്കായിരുന്നു വിജയം. നോക്കൂ, ഒരു സ്വിച്ച് ഇടുന്ന പോലെയാണ് അതിൻ്റെ ആ ബൈബിളിലെ വാക്യങ്ങൾ. സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് കെടുന്നു. ഇതുപോലെ കരം ഉയർത്തുമ്പോൾ വിജയം, കരം താഴ്ത്തുമ്പോൾ പരാജയം. അതെങ്ങനെയാ? മോശയുടെ കരങ്ങൾക്ക് ഇത്രയും, മോശയുടെ കരങ്ങൾ എന്നല്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏത് സാഹചര്യത്തെയും മാറ്റുവാൻ പ്രാർത്ഥിക്കുന്ന കരങ്ങൾക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും സാധിക്കും. ഇതാ ശാലോം ടീം അംഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയം, ഞങ്ങളിവിടെ ഉള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം, സങ്കടത്തോടെ നിൽക്കുന്ന സമയം, കരങ്ങൾ താഴ്ത്തിപ്പിടിച്ചപ്പോഴൊക്കെ നമുക്ക് ബോധ്യമായിരുന്നു പരാജയം തന്നെയായിരുന്നു. കുടുംബജീവിതത്തിലാണെങ്കിലും കുറച്ച് സന്തോഷമൊക്കെ വന്ന് പ്രാർത്ഥനയൊക്കെ കുറച്ചു. അപ്പോഴാണ് പ്രതിസന്ധികൾ വന്നത്. നമ്മൾ കുറച്ചു കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നപ്പോൾ പ്രാർത്ഥന കുറച്ചു, വിശ്വാസം കുറച്ചു, ആരാധന കുറച്ചു, ദൈവത്തോടുള്ള ബന്ധം കുറച്ചു. അതൊക്കെ മതി, ഇത്രയൊക്കെ മതി എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് പരാജയം കയറി വന്നത്. കരങ്ങൾ ഉയർത്തേണ്ട കാലമാണിത്, പ്രാർത്ഥിക്കേണ്ട കാലമാണിത്, ആരാധന ഉയർത്തേണ്ട കാലമാണ്, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട കാലമാണ്, അഭിഷേകം സ്വർഗം തുറന്നിറങ്ങി വരുന്ന കാലമാണ്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, നിയോഗം വെച്ചിട്ടുള്ളവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, ഈ കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ വ്യക്തികളെ ഞങ്ങൾ ഓർക്കുന്നു, ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു, ഓരോ സാഹചര്യങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്, സൗഖ്യം വേണമപ്പ, സൗഖ്യം വേണമപ്പ, സൗഖ്യം വേണമപ്പ മക്കൾക്ക്, സൗഖ്യം വേണമപ്പ, സൗഖ്യം വേണമപ്പ, സൗഖ്യം വേണമപ്പ മക്കൾക്ക്, ശക്തി വേണമപ്പ, ശക്തി വേണമപ്പ, ശക്തി വേണമപ്പ മക്കൾക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഈ ഒരു കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അയക്കുന്ന മെസ്സേജിന്, പ്രാർത്ഥനാ നിയോഗത്തിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പ്രാർത്ഥന പരാജയപ്പെടില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവനും പരാജയപ്പെടില്ല. അത് ഈ വചനത്തിലുണ്ട്. മോശ പ്രാർത്ഥിച്ചു, പരാജയപ്പെട്ടോ? പരാജയപ്പെടേണ്ട സ്ഥാനത്താണ് വിജയിച്ചത്. നമ്മളൊക്കെ പരാജയപ്പെടേണ്ട സ്ഥാനത്ത് പരാജയപ്പെട്ടു പോയി. പരാജയപ്പെടേണ്ട സ്ഥലമായിരുന്നു. കാരണം ഇസ്രായേൽ ഈ സമയത്ത് അത്ര ഒരുക്കമുള്ള സമയമോ അത്രയും ശക്തിയുള്ള സമയമല്ല. പക്ഷെ ഒറ്റ ശക്തിയാണ് അന്നേരം ബലപ്പെട്ടത്, പ്രാർത്ഥനയുടെ ബലം. പരാജയപ്പെടേണ്ട സ്ഥലത്ത് വിജയത്തോടെ നിന്നു. നിങ്ങളും ആരൊക്കെയോ അങ്ങനെയാണ്. പരാജയപ്പെടേണ്ട സ്ഥാനത്താണ് വിജയിപ്പിക്കുന്നത്. ശരിയാകേലെന്ന് തോന്നിയ സമയത്താണ് പ്രാർത്ഥിച്ചത്, ഇനി നടക്കിയാലെന്ന് തോന്നിയ സമയത്താണ് പ്രാർത്ഥിച്ചത്. അത് എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ, അനുഗ്രഹമാകാൻ കാരണമാകും. ഇനി ഈ ഒരു സാഹചര്യം മാറ്റിയത് നിങ്ങൾ ഓർക്കണം. പ്രാർത്ഥന ഉയർന്നപ്പം 12-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, മോശയുടെ കൈകൾ കുഴഞ്ഞു. മോശയുടെ കൈകൾ കുഴഞ്ഞു. പ്രാർത്ഥിക്കുന്നവനും ചിലപ്പോൾ കുഴഞ്ഞു പോകും, മടുത്തു പോകും, ചിലപ്പോൾ തളർന്നു പോകും. അപ്പോൾ കുറ്റം പറയരുത്. അടുത്ത് നിൽക്കുന്നവരെന്നാ പറഞ്ഞേ നോക്കിക്കേ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, 12-ാമത്തെ വാക്യം. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. രണ്ടുപേരും കൂടെ
ഒരു കല്ല് കൊണ്ടുവന്ന് അവിടെ. പ്രിയപ്പെട്ടവരെ, അവർ വേണേൽ പറയില്ലേ, എന്തിനാ ഇപ്പം കല്ല്, അയാൾ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, നിന്നങ്ങ് പ്രാർത്ഥിക്കട്ടെ. അല്ല, ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. നോക്കി, സപ്പോർട്ട് കണ്ടോ, എൻകറേജ് ചെയ്ത് കണ്ടോ. ഇതൊക്കെ നമ്മളും ചെയ്യണം കേട്ടോ. നിങ്ങളൊരു കുടുംബമായി താമസിക്കുന്ന സ്ഥലത്ത് പരസ്പരം അയൽവാസികളുമായി പിണക്കത്തിലൂടെ അല്ല കഴിയേണ്ടേ. ബഹളം വെച്ച് പിണങ്ങി ദേഷ്യപ്പെട്ട് വൈരാഗ്യത്തോടെ വിദ്വേഷത്തോടെ അല്ല ആയിരിക്കേണ്ടത്. അവർ ചിലപ്പോൾ കുഴഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പ്രാർത്ഥന കൊണ്ട്, വാക്കുകൊണ്ട്, ജീവിതം കൊണ്ട്, പണം കൊണ്ട്, പറ്റും പോലൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അങ്ങനെ ചെയ്തു. അടുത്തതോ, മോശ അതിന്മേലിരുന്നു. അല്ല, നിങ്ങളുടെ കല്ലൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഒന്നും ആവശ്യമില്ലെന്നല്ല, അതിന്മേലിരുന്നു. അതൊരു സഹകരണമാണ്. ഇരുന്നു. എന്നിട്ടോ അഹറോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് സൈഡിലും നിന്നു. നോക്കൂ ആ അന്തരീക്ഷം. മോശ അല്പം തളർന്നിരിക്കുകയാണ്, അല്പം ഡൗണാണ്. മോശേനെ കല്ലേലിരുത്തി മോശയുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് പേര് എത്ര നേരം, 10 മിനിറ്റാണോ, അരമണിക്കൂർ, 1 മണിക്കൂർ, എത്ര സമയം, സൂര്യാസ്തമയം വരെ ആ കൈകൾ ഉയർന്നു നിന്നു. നിങ്ങൾ ഓർക്കണം, മോശ ഒരു കല്ലേലിരിക്കുമ്പോൾ രണ്ടു പേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് കരങ്ങൾ ഉയർത്തുമ്പോൾ ആ കൈകളും ഉയർന്നായിരിക്കുന്നേ. ആ കൈകളും എത്ര നേരം, നിങ്ങൾക്ക് പറ്റുമോ? കൈകൾ ഉയർത്തിപ്പിടിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് കേട്ട് പോകുമ്പം അതൊക്കെ നിസ്സാരമായിട്ട് തോന്നും. ഈ കൈ ഒരു 15 മിനിറ്റ്, അരമണിക്കൂർ ഉയർത്തി നിർത്തി നോക്കി, തല കറങ്ങുന്നത് പോലെയും വീണു പോകുന്നത് പോലെയും തോന്നും. നിസ്സാരമായൊരു കാര്യമല്ല. അവർ എടുത്ത വിലയും കൊടുത്ത ത്യാഗവും വലുതാണ്. നിങ്ങളും ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് കൈ ഉയർത്തിപ്പിടിക്കുന്നത് വലിയ വലിയ കാര്യമാണോ? ഒന്ന് ഉയർത്തിപ്പിടിച്ച് 10 മിനിറ്റ് നിന്ന് നോക്ക്. ഒരു ജപമാലയുടെ ഒരു രഹസ്യം കരങ്ങൾ വിരിച്ച് തീരുമ്പം അപ്പോൾ 10 നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ നമ്മുടെ കൈ അപ്പോൾ തന്നെ നമുക്കിവിടെ വല്ലാതെ വേദനയും. ഇത് സൂര്യാസ്തമയം വരെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു, ഉയർന്നു തന്നെ നിന്നു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അതിൻ്റെ ഫലം എന്താണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. റിസൾട്ട്, അത്ഭുതകരമായ ദൈവീക ഇടപെടലുണ്ടായി. 15-ാമത്തെ വാക്യം, മോശ അവിടെ ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹ്വേ നിസി എന്ന പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിൻ്റെ പതാക കയ്യിലെടുക്കുവിൻ. സന്തോഷത്തിൻ്റെ വാക്കുകളുണ്ടായി. അന്തരീക്ഷം മാറി, സിറ്റുവേഷൻ മാറി. പ്രാർത്ഥന ഉയർന്നപ്പോൾ നേരത്തെ സങ്കടമായിരുന്നു, ഇപ്പോൾ വിജയ പതാകയായി. നേരത്തെ സങ്കടമാ, പ്രശ്നമാ, എന്തു ചെയ്യും, എവിടെ ചൊല്ലും, എന്തു ചെയ്യും, ആരെ വിളിക്കും, നമ്മൾ തകർന്നു പോകുമല്ലോ, പരാജയപ്പെട്ടു പോകുമല്ലോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് അവരെടുത്തത് വിജയ പതാകയാണ്. നമ്മളും ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ തകർന്നു പോകും, കടബാധ്യതയാണല്ലോ, രോഗമാണല്ലോ, പ്രശ്നമാണല്ലോ, മക്കളിങ്ങനെയാണല്ലോ, കുടുംബം ഇങ്ങനെയാണല്ലോ. അവിടെ വിജയ പതാക എടുക്കാൻ പറ്റും. തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം വിജയത്തിൻ്റെ പതാക എടുപ്പിക്കും. വിജയ പതാക എടുത്തത് യുദ്ധം ചെയ്തവരാ, പ്രാർത്ഥിച്ചവർ മോളിൽ നിൽക്കുകയാ. അവിടെ ബലിപീഠം പണിത് ഓർമ്മ, ആ ദൈവം പ്രവർത്തിച്ചതിൻ്റെ അടയാളത്തെ ഓർത്ത് ബലിപീഠം പണിതു. എന്നിട്ട് ബൈബിളിൽ അടുത്ത വാക്യമാണ്, തലമുറ തോറും കർത്താവ് അമലേക്കർക്കെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പ്രാർത്ഥനയുണ്ടോ, അവിടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പ്രാർത്ഥന ഉയരുന്നുണ്ടോ, അവിടെ ദൈവപ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യുദ്ധത്തിൻ്റെ അന്തരീക്ഷം മാറി, സന്തോഷത്തിൻ്റെ, സമാധാനത്തെ അന്തരീക്ഷം, സിറ്റുവേഷൻ മാറി. ഇത് കണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ മാറാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന അത്ഭുതങ്ങളെ കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേറ്റു നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലായിരിക്കാം, നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്ക്. നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്. ദൈവത്തെക്കുറിച്ച് പറയുന്നത് അതിരുകളില്ലാത്ത സ്നേഹമുള്ള ദൈവം എന്നാണ്. ബാക്കി എല്ലാ സ്നേഹത്തിനും അതിരുകളുണ്ട്, അതിരുകളുണ്ട്. എല്ലാ സ്നേഹങ്ങൾക്കും അവസ്ഥ, ചില ഡിമാൻഡുകളുണ്ട്, അല്ലെങ്കിൽ അവർ പിണങ്ങും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് അതിരുകളില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം നിത്യമാണ്, അത് പിണങ്ങുകയില്ല. ഇസ്രായേൽക്കാർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ടാണ് ആ മലയുടെ മുകളിൽ ഒരു ബലിപീഠം പണിതിട്ട് യാഹ്വേ നിസി എന്ന പേരിട്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് ചേർന്ന് പാടി കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ണുകൾ അടച്ചിരുന്നുകൊണ്ട് ഒന്ന് പറഞ്ഞേ, അതിരുകളില്ലാത്ത സ്നേഹം. ഒന്ന് അതിരുകളില്ലാത്ത സ്നേഹം. ആ സ്നേഹത്തിന്റെ പേരെന്ത്? ദൈവസ്നേഹം. പ്രത്യേകത എന്ത്?
നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം. ആ സ്നേഹത്തിന്റെ പേര് ദൈവസ്നേഹം. പ്രത്യേകത നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും അടുത്ത വാക്ക് യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം. ആ സ്നേഹം ഏത്? ദൈവസ്നേഹം. പ്രത്യേകത എന്ത്? നിത്യസ്നേഹം. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ വരികളുണ്ട്. ഏതെന്നറിയാമോ? ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ. അങ്ങനെ ഒരു സ്നേഹമേ ഉള്ളൂ, അത് ദൈവസ്നേഹമാണ്. ഭർത്താവും ഭാര്യയാകാം, മാതാപിതാക്കളും മക്കളുമാകാം. ഏത് സ്നേഹമാണേലും ഏതൊരവസ്ഥയിലും സ്നേഹമായിരിക്കില്ല. ഏതേലും ഒരു സാഹചര്യത്തിന് മാറ്റം വന്നാൽ മുഖം മാറും, മുഖത്തിൻ്റെ കളറ് മാറും, രീതി മാറും, സ്വഭാവം മാറും, വർത്തമാനം മാറും, രീതി മാറും. പക്ഷെ ഇവിടെ രീതി മാറാത്തൊരു കാര്യം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ അങ്ങനെ ഒരാളെ നിങ്ങളെ സ്നേഹിക്കുന്നുള്ളൂ, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇസ്രായേൽക്കാർ തകർന്ന് തരിപ്പണമായി തോക്കുമെന്ന് പോലും ചിന്തിച്ച സ്ഥാനത്ത് ആ ഒരവസ്ഥയിൽ പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ സ്നേഹത്തോടെ ഉണ്ടായി. നമുക്കൊന്ന് അതൊന്ന് പാടാം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം. നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും, അമ്മ എന്നെ പ്രാർത്ഥിക്കുന്നവനെ ഈ ലോകമെന്നെ വെറുത്താലും. എല്ലാവരും ഓർത്ത്, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തുറന്നിടുന്നു. പിന്നെയോ എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം. നിത്യസ്നേഹം. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം. നിത്യസ്നേഹം. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ സമാപന സമയമാണ്. ആശീർവാദം സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഈ ശുശ്രൂഷകൾ അനേകർക്ക് ഷെയർ ചെയ്യണം, അനേകരെ ഇതിൽ പങ്കെടുപ്പിക്കണം. നിങ്ങളുടെ നിയോഗവും ചേർത്ത് വയ്ക്കണം. ഇതൊരാളോ രണ്ടുപേരോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കും ബലമുണ്ട്, വലിയ ശക്തിയുണ്ട്. സൗഖ്യങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ അറിയിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ആരാധനയുടെ ഈ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
ആരാധന 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 യേശുനാഥ ആരാധന 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 യേശുനാഥ